ശ്രേഷ്ഠ കുട്ടിയെ വിളിക്കൂ. ഇതാരാ ഇത്? ഇതൊരു പയ്യൻ കുട്ടി. നല്ലൊരു കീ കൊടുത്തൊരു പാവം ഇരുന്നേന്നോട്ടില്ലേ? പട്ടാളക്കാരൻ. ഇതാരാ? ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. കണ്ടോ? ഓ. ദേ കാണാൻ ആഗ്രഹിച്ച ആളിരിക്കണോ? ആണോടാ ആഗ്രഹിച്ചോ? അയ്യോടാ. പറ. സത്യം. ഇത് എന്നെ ഉണ്ട് വിശേഷം, ഇവിടെ അടിപൊളിയായിട്ട് പോവാണല്ലേ? ഉം. നല്ല രസമുള്ള ഓരോ പല പല ഡ്രസ്സുകളും പാട്ടുകളും ഇവിടെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി, അതെനിക്കറിയാം. ഇത് പണ്ട് നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്ക് ഈ NCCയില് അതെ. ചേരുമായിരുന്നു. ഞാൻ ചേർന്നിട്ടുണ്ട്. ആണോ? എനിക്ക് വലിയ ഇഷ്ടം. അത് കഴിയുമ്പോഴ് ഒരു ഏത്തപ്പഴവും റൊട്ടിയും കിട്ടും. അങ്ങനെ അതിനു അങ്ങനെ പറ. വേണ്ടി ഓ എന്നൊക്കെ ത്യാഗം സഹിച്ചിട്ടുണ്ട്. മക്കളെ ഏത് പാട്ടാ? കുപ്പിണിപ്പട്ടാളം ആ. നിര നിര കുപ്പിണിപ്പട്ടാളം. ആഹാ. അപ്പൊ ഡീറ്റെയിൽസ്. സിനിമ ഒന്നാണ് നമ്മൾ. ലിറിക്സ് ബിച്ചു തിരുമല സർ. ആ ആ. മ്യൂസിക് ആ. ഇളയരാജ സർ. ഓ ഉം. പാടിയത് യേശുദാസ് സാറും ഉം. കൃഷ്ണചന്ദ്രൻ സാറും. വർഷം 1984. ഓ മിടുക്കി. മേടിക്കട്ടാ. മീനുട്ടി, എന്തോ? ഞാൻ ഈയിടെ ഒരു കാര്യം കണ്ടു. കാരണം ഓ. മീനുട്ടി മറ്റേ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഡാൻസ് പഠിക്കാൻ തുടങ്ങി. വളരെ ചെറുതായിട്ട്. ആണോ? ഡാൻസ് പഠിക്കാൻ തുടങ്ങിയോ? വളരെ കുഞ്ഞായിട്ട് അടിപൊളി തുടങ്ങിയതുള്ളൂ. മിടുക്കി. നമ്മള് കുറച്ച് സെറ്റ് ഒക്കെ ആയിട്ട് തുടങ്ങിയൊന്നുമല്ല, നല്ല നല്ല ചവിട്ടാ ചവിട്ടുന്നത്. ആ തറയൊക്കെ കുലുങ്ങുന്നുണ്ട്. ആ ഫ്രണ്ടിലൊരു ചേച്ചി ഒന്ന് അതെന്നെ പഠിപ്പിക്കുന്ന ആളാ. പഠിപ്പിക്കുന്നു. അപ്പൊ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു. ഈ കാലം അങ്ങോട്ട് എടുക്കും, ഈ കാലം അത് ഇങ്ങോട്ട് എടുക്കുന്നു. ടീച്ചറാന്നേ. അതൊന്നും ആ ടീച്ചർ ഞങ്ങൾ ഒരു പ്രായമാ. ഞങ്ങൾ ഒരു എന്റെ ഓ, ഫ്രണ്ടാ. ശരി. മീനൂട്ട് പിന്നെ പോഡ്കാസ്റ്റ് അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഞാൻ ആദ്യമായിട്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നേ. എന്തൊക്കെ പരിപാടി. അല്ല, എന്റെ podcast അല്ല. മീനുട്ടിക്ക് അതെന്റെ ഒരു podcast ദിവസം പോലും ഇല്ല, അറിയോ? അതെ അതെ, അതെന്റെ Daily പോഡ്കാസ്റ്റ്. shooting ആ. അയ്യോ, അതെന്റെ പോഡ്കാസ്റ്റ് അല്ല. അല്ല. ഞാൻ ആദ്യമായിട്ട് ഒരു പോഡ്കാസ്റ്റ് കൊടുക്കുന്നേ, ഒരു കൊടുക്കുന്ന. ഇന്റർവ്യൂ പോലെ. പോഡ്കാസ്റ്റ് എന്ന് വെച്ചാൽ എന്തുവാ? പോഡ്കാസ്റ്റ് എന്ന് വെച്ചാ ഇല്ല. ഇങ്ങനെ ഒരു മൈക്കും വെച്ച് ഇങ്ങനെ നമ്മളിപ്പോ ഒരു റൂമിന്റെ അകത്തിരുന്ന് രണ്ടുപേര് തമ്മിൽ മനസ്സ് തുറക്കുന്നു. അതെ, അതൊരു ഓ, കൈൻഡ് ഓഫ് ഒരു സീരീസ് പോലെ. Interview. അതൊരിക്കലും നടക്കത്തില്ലല്ലോ അത്. അതെന്താ? കാരണം മീനുട്ടി മനസ്സ് തുറക്കത്തില്ല. ഐ, അങ്ങനത്തെ അല്ലെന്നേ ഇത്. അങ്ങനത്തെ അല്ലെന്നോ? അല്ല, അങ്ങനെ മനസ്സ് തുറക്കല്ല. ആ. ഇപ്പൊ നമ്മൾ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂസ് പറയുന്നു, അങ്ങനെയൊക്കെയാണ് പോഡ്കാസ്റ്റ്. പോയിന്റ് ഓഫ് വ്യൂസ്. ആ, ഓ നമ്മുടെ ചിന്താഗതികൾ. നമ്മൾ വിചാരിക്കും റൂമിൽ നമ്മൾ രണ്ടുപേരും ഉണ്ടെന്ന്. ആ, പക്ഷെ ഇത് നാട്ടുകാര് എല്ലാരും കേൾക്കും. കാണും. കേക്കും. അത് അതുകൊണ്ടാ ഇത്രയും ഞാൻ പേര് ഇതിൽ കാണുമെന്ന് ഞാൻ പോവാത്തത്. വിചാരിച്ചില്ല. ഓ ലൈവാണോ? ലൈവ് അല്ല, റെക്കോർഡഡാ. അപ്പൊ ഒരു രാഗം പറഞ്ഞ രഞ്ഞു വാ കൊച്ചു പാടട്ടെ. ആയിക്കോട്ടെ. ഓൾ ദി ബെസ്റ്റ്. Thank you.
സൂപ്പർ. താങ്ക് യു. ശ്രേഷ്ഠക്കുട്ടി എന്താ? അപാരമായിട്ട് പാടി, താങ്ക് യു. അസാധ്യമായിട്ട് പാടി, അത്ഭുതമായിട്ട് പാടി, അലുവ പോലെ പാടി. ഇപ്പൊ എത്രയായി? 4 അല്ലേ? അന്തം വിട്ട് പാടി 5. 5 ഇനി എന്നാ പിന്നെ ഒരു ലഡുവും കൂടി ഇരിക്കട്ടെ. ആ വെച്ച് ആ വെച്ച് അസാധ്യമായിട്ട് പാടി. താങ്ക് യു. ബ്യൂട്ടിഫുൾ. കാരണം ഒരു സ്ഥലത്ത് പോലും ഒരു തെറ്റും ഇല്ലാതെ. ശരിക്കും ഇപ്പൊ മോള് സീനിയർ ഡിവിഷനിലായിരുന്നെങ്കിൽ 100/100 ആയിരുന്നു. അത്രയ്ക്ക് മനോഹരമായിട്ട് പാടി. ഭയങ്കര മാറ്റം you. അല്ലേ? ഭയങ്കര മാറ്റം. ആദ്യമൊക്കെ കണ്ടതിനേക്കാൾ ആ പേടി ചമ്മൽ ഇതൊക്കെ മാറി. എവിടെ നമ്മളെ ഇപ്പൊ എടുത്തിട്ട് ഇടിക്കും. സീനിയേഴ്സിനൊപ്പം മത്സരിക്കുന്ന പോലെയല്ലേ മത്സരം? പിന്നെ അതെ. ഉഗ്രം പാട്ട് കേട്ടോ. താങ്ക് യു. ഉഗ്രം പാട്ട്. രാജാ സാറിന്റെ ഒരു നല്ല രസമുണ്ട്. കാരണം അദ്ദേഹം നല്ല ഭംഗിയായിട്ട് അതിന്റെ ഒരു അറേഞ്ച്മെന്റ്സും ബാക്കി അതെല്ലാം ചെയ്തു. ആൻഡ് അവർ ടോപ്പ് ബാൻഡ് എസ്പെഷ്യലി റിൻസന്റെ ഫ്ലൂട്ട് നല്ല രസമുണ്ടായിരുന്നു. ചെറുതാണെങ്കിലും അതിന്റെ നോട്ട്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡാ അല്ലേ? നന്നായിരുന്നു. ടോട്ടലി ഗുഡ്. താങ്ക് യു. ആ. ചക്കരേ എന്താ? ശ്രേഷ്ഠക്കുട്ടി, ഓ എന്ത് രസം. ഒന്ന് ഈ ഡ്രസ്സ് നല്ല രസമായിട്ട് സ്യൂട്ട് ആവുന്നു അല്ലേ? നല്ല രസമായിട്ടുണ്ട്. അതിട്ട് ആ കൈയൊക്കെ എടുത്ത് പാർന്നു വെക്കാൻ കാണാൻ എന്തൊരു ക്യൂട്ടായിരുന്നു. ആ കുപ്പിണി പട്ടാളം. ഞാൻ വിചാരിച്ചു ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഇത് കാണിക്കുന്നൊക്കെ വിചാരിച്ചു. ഞാനിവിടുന്ന് കാണിച്ചു. കണ്ടായിരുന്നാ? കണ്ടായിരുന്നോ? ഒന്നുകൂടെ ഇത് കാണിച്ചേ. ഇങ്ങനെ ഇങ്ങനെ. ആ അല്ല മോളെ ഇങ്ങനെ. കാണിച്ചോ? ആ. ആള് മിടുക്കി തന്നെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടാ. താങ്ക് യു. എന്ത് രസമായിട്ടാണോ പാടിയത് രാജാ സാറ്. ഞാൻ വിചാരിച്ചു കുപ്പിണി പട്ടാളം, ഇത് ഏത് രാജാ സാറിന്റെ ഇത് ഏത്? പക്ഷെ ആ ബീജി വരുമ്പോഴും അതാണ് രാജാ സാറിന്റെ ഒരു കുഞ്ഞു പാട്ടിൽ പോലും അദ്ദേഹത്തിന്റെ ആ ഒരു കയ്യൊപ്പ്. കയ്യൊപ്പ് അത് ഇതിലുണ്ടായിരുന്നു. എന്ത് രസാ ബീജിയിലിട്ട് എന്നൊക്കെ പല പാട്ടുകളും നമ്മുടെ മനസ്സിലോട്ട് അടിപൊളിയായിട്ട് പാടി കേട്ടോ. ഇത് Thank കുപ്പിളി you. പട്ടാളമാണെങ്കിൽ നമുക്കൊരു പട്ടാള പാട്ടുണ്ടായിരുന്നു. ഡിങ്കിരി ഡിങ്കിരി. കുറെ നാളെ കുറെ പേരുടെ വിചാരം അത് ഡിങ്കിരി ഞാനാ ഡിങ്കിരി. പാടിയേക്കുന്നതെന്ന്. കല്യാണി പാടിയത്. അതങ്ങ് തിരുത്തിയേക്കുന്നു. പക്ഷെ ഇനി ഞാനത് അല്ലാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ലാത്തൊരു പാട്ട്. ഇല്ല അത് കല്യാണി റിമിയാ. പാടിയതല്ലേ? അതെന്റെ ശിഷ്യായിരുന്നു. ആ, ശിഷ്യാണ് കല്യാണി. കല്യാണി എന്ന് പറഞ്ഞ് നമ്മുടെ കല്യാണി. വിദ്യാജിയുടെ പാട്ട് ആ പട്ടാളം എന്ന് പറയുന്ന സിനിമയില് നമുക്ക് രണ്ടുപേരും എല്ലാവർക്കും കൂടെ പാടിയോ? Yes. ആ, ആ. ഡിങ്കിരി 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 പട്ടാളം ഹേയ്, ഡുമുക്കി 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 ഡുകിലി പട്ടാളം ഹേയ്, ഡിങ്കിരി 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 പട്ടാളം ഹേയ്, ഡുമുക്കി 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 ഡുകിലി പട്ടാളം ഹേയ്. കോഴിക്കുഞ്ഞിന് കൊടുക്ക് വെക്കണ കുറുക്ക് പട്ടാളം കോടമഞ്ഞിന് കുളം പഠിക്കണ കുതിര പട്ടാളം കിടഞ്ഞാൽ തൊക്കെടുക്കണ വേട്ട പട്ടാളം ആ നാട്ടുകാരെ നട്ടം തിരിക്കണ കൂട്ടപ്പട്ടാളം ആ. പിന്നെ റിമി ചേച്ചി എത്ര നാളായി കണ്ടിട്ട്. ഓ ഇപ്പോഴാണ് ഓണായത്. ഈ പാട്ട് കഴിഞ്ഞപ്പോൾ അവക്ക് റിമി ചേച്ചി തിരിച്ചു ഞാൻ വന്ന ഭയങ്കര പോലെ. സങ്കടമായിരുന്നു. ചേച്ചി ഇതെന്തോ പറഞ്ഞു ചോദിപ്പിക്കുന്ന പോലെയല്ലേ ചോദിച്ചത്. ഇപ്പൊ എനിക്ക് ഇച്ചിരി സമാധാനം. ഇപ്പൊ ഓർമ്മ വന്നു അല്ലേ? ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകരി. താങ്ക് യു. പിന്നെ പട്ടാളം നിര നിര. ഉപ്പുണി പട്ടാളം. ബൈ ബൈ. ബൈ ബൈ. ഹൈ ഫൈ. സി യു.